വെൽക്കം ടു ഈ ഗണിതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായമായ ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങളിലെ ഒരു ഭാഗമാണ്. ഈക്വൽ ട്രയാങ്കിൾസിൽ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് അഥവാ ഈക്വൽ ട്രയാങ്കിൾസ് തുല്യ ത്രികോണങ്ങൾ, സർവസമ ത്രികോണങ്ങൾ എന്താണെന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ത്രികോണങ്ങളിലെ സർവസമതയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പായി നമുക്ക് എന്താണ് കോൺഗ്രുവൻസ് എന്ന് നോക്കാം. Okay. What do you mean by congruence? You can see two polygons, that is polygon, and 1, 2, 3, 4, 5 sides, that is it's a pentagon. You can see two pentagons on the screen. Okay, are these two figures are congruent? When we say that two figures are condition for congruency says that when one figure is placed over the other, they should overlap exactly. What is the condition for congruency? Condition for congruency says that when one figure is placed on the other, എപ്പോഴാണോ ഒരു ഫിഗർ അത് മറ്റൊന്നിന്റെ മുകളിലേക്ക് വെക്കുന്നത്, they should overlap exactly. അതെന്തായിരിക്കണം? മറ്റേതിന്റെ മുകളിൽ ഇതുപോലെ ചേർന്ന് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? These two figures are congruent. These two pentagons are congruent. What about the two figures here? Again, it is a pentagon. It is also a pentagon. What about their congruence? Two figures are congruent, or these polygons are congruent. ഈ രണ്ട് ചിത്രങ്ങൾ നമുക്ക് സർവസമമാണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഈ രണ്ട് ഫിഗേഴ്സും സർവസമമാണെന്ന് പറയാൻ പറ്റില്ല, കോൺഗ്രുവന്റ് ആണെന്ന് പറയാൻ പറ്റുന്നില്ല. ഞാൻ ഈ രണ്ടാമത്തെ ഫിഗർ, രണ്ടാമത്തെ പെന്റഗണിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ഈ രണ്ടാമത്തെ പെന്റഗണിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. തുടർന്ന് ഈ പെന്റഗണിനെ ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്യുകയാണ്. ഓക്കെ, so we can say that we can clearly see that these two figures are overlap exactly. ഒന്നിന്റെ മുകളിൽ കൃത്യമായിട്ട് രണ്ടാമത്തെ ഫിഗർ ഓവർലാപ്പ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നേരത്തെ കണ്ടിരുന്നു ഈ രണ്ട് ഫിഗേഴ്സും കോൺഗ്രുവന്റ് ആണെന്ന് പറയാം. ഈ രണ്ട് പെന്റഗൺസും കോൺഗ്രുവന്റ് ആണെന്ന് പറയാം, അല്ലെ? കോൺഗ്രുവൻസ് ഡസ് നോട്ട് മാറ്റർ ഹൗ ദേ ആർ പ്ലേസ്ഡ്. കോൺഗ്രുവൻസിൽ എന്ത് നോക്കേണ്ടതില്ല, അവ എങ്ങനെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ വീണ്ടും രണ്ട് ഷേപ്സ് കാണാം, പെന്റഗൺ ആൻഡ് എ സ്റ്റാർ. നമ്മൾ എങ്ങനെയാണ് രണ്ട് ഷേപ്പുകളുടെ കോൺഗ്രുവൻസി പറയുന്നത്? രണ്ട് ഷേപ്പുകളുടെ കോൺഗ്രുവൻസി പറയണമെങ്കിൽ നമുക്ക് എന്ത് ഇരിക്കണം? ആ രണ്ട് ഷേപ്പുകളുടെയും ഷേപ്പും അതിന്റെ സൈസും നോക്കണം. ആ രണ്ട് ഫിഗേഴ്സിന്റെയും ഷേപ്പും സൈസും നോക്കണം. ആ രണ്ട് ഫിഗേഴ്സിന്റെയും ഷേപ്പും സൈസും സെയിം ആണെങ്കിൽ ആ രണ്ട് ഫിഗേഴ്സും എന്താണെന്ന് പറയാം? കോൺഗ്രുവന്റ് ആണെന്ന് പറയാം. ഇവിടെ കാണുന്ന രണ്ട് ഫിഗേഴ്സ് ഒന്ന് നോക്കുക. ഫസ്റ്റ് വൺ പെന്റഗൺ ആണ്, രണ്ടാമത്തത് ഒരു സ്റ്റാർ ആണ്. ആർ ദേ കോൺഗ്രുവന്റ്? ഈ രണ്ട് ഫിഗേഴ്സും കോൺഗ്രുവന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ദീസ് ടു ഫിഗേഴ്സ് ആർ നോട്ട് കോൺഗ്രുവന്റ്. വൈ? ബിക്കോസ് ദേ ആർ ഡിഫറെന്റ് ഷേപ്പ്. കോൺഗ്രുവന്റ് ആവണമെങ്കിൽ എന്തായിരിക്കണം? ദേ ഷുഡ് ഹാവ് സെയിം ഷേപ്പ് ആൻഡ് സൈസ്. അവർക്ക് എന്താ ഉണ്ടായിരിക്കണം? സെയിം ഷേപ്പും സൈസും ഉണ്ടായിരിക്കണം. ഇവിടെ ഷേപ്പ് തന്നെ എന്താണ്? ഡിഫറെന്റ് ആണ്. അപ്പോൾ ഈ രണ്ട് ഫിഗേഴ്സും എന്തെല്ലാന്ന് പറയാം? കോൺഗ്രുവന്റ് അല്ലാന്ന് പറയാം. Now look at the next two figures. Okay, again two pentagons. Here these two figures have same shape. ഈ രണ്ട് ഫിഗേഴ്സിനും ഒരേ ഷേപ്പ് തന്നെയാണ് ഉള്ളത്. But are they congruent? ഇത് രണ്ട് കോൺഗ്രുവന്റ് ആണെന്ന് പറയാൻ പറ്റുമോ? സർവസമമാണെന്ന്, തുല്യമാണെന്ന് പറയാൻ പറ്റുമോ? Again it is no. Why? Because these two figures have same shape, but look at their size. അവിടെ സൈസ് ഈക്വൽ ആണോ? No, their size are different. So we cannot say that these two figures are congruent because they have same shape but different size. Now look at the third one. You can see two pentagons here. Suppose if we move the pentagon and if we placed on this one on the other, yes, they overlap exactly. ഈ രണ്ട് പെന്റഗൺസും
ഒന്ന് മറ്റൊന്നിന്റെ മുകളിലായി കൃത്യമായിട്ട് നിൽക്കുന്നുണ്ട് അല്ലെ. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, കൃത്യമായി നിൽക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഈ രണ്ട് പെന്റഗൺസും കോൺഗ്രുവന്റ് ആണ്. നോക്കിക്കോളൂ, അതിന്റെ ഷേപ്പ് നോക്കൂ, രണ്ടിന്റെയും ഷേപ്പ് സെയിം ആണ്. രണ്ടും പെന്റഗൺസ് ആണ്, സോ ഷേപ്പ് സെയിം ആണ്. വാട്ട് അബൌട്ട് ദ സൈസ്? അവരുടെ രണ്ടിന്റെ സൈസ് സെയിം ആണ് അല്ലെ. നമ്മളൊന്ന് ഓവർലാപ്പ് ചെയ്തു നോക്കിയപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലായി രണ്ടിന്റെയും ഷേപ്പ് സെയിം ആണ്. സോ we can say that these two figures are congruent because they are of same shape and same size. നമ്മൾ നോക്കുന്നു, നമുക്ക് ഈ ഷേപ്പിന്റെ കാര്യത്തിൽ മാത്രമാണോ കോൺഗ്രുവൻസ് അഥവാ സർവ്വസമ്മത പറയാൻ പറ്റുന്നത്? നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് ലൈൻസ് ഉണ്ട് അല്ലെ. ലൈൻ എ ബി, ലൈൻ സെഗ്മെന്റ് എ ബി ആൻഡ് ലൈൻ സെഗ്മെന്റ് സി ഡി ആൻഡ് ബോത്ത് ഓഫ് ലെങ്ത് 3 cm. ആർ ദേ കോൺഗ്രുവന്റ്? ഈ രണ്ട് ലൈൻ സെഗ്മെന്റും കോൺഗ്രുവന്റ് ആണോ? കോൺഗ്രുവന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അത് സെയിം ഷേപ്പ് ആയിരിക്കണം, അതുപോലെ തന്നെ സെയിം സൈസ് ആയിരിക്കണം. ഇവിടെ സെയിം ഷേപ്പ് ആണുള്ളത്, സെയിം സൈസ്, രണ്ടും എത്രന്റെയും ലെങ്ത് എത്ര തന്നെയാണ്? 3 cm ആണ് അല്ലെ. വാട്ട് അബൌട്ട് ദീസ് ലൈൻ സെഗ്മെന്റ്? ഈ രണ്ട് ലൈൻ സെഗ്മെന്റ് കോൺഗ്രുവന്റ് ആണോ? ആർ ദേ കോൺഗ്രുവന്റ്? വാട്ട് യു മീൻ ഓർ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ കോൺഗ്രുവൻസി? Two figures or two things are congruent when they have same size and same shape. ഇവിടെ ഷേപ്പ് ക്ലിയർ സെയിം ആണല്ലോ, രണ്ടും ലൈൻ സെഗ്മെന്റ് ആണ്, സോ ഷേപ്പ് സെയിം ആണ്. വാട്ട് അബൌട്ട് ദ സൈസ്? രണ്ടിന്റെ സൈസ് സെയിം ആണല്ലോ. എ ബി ആൻഡ് സി ഡി both have same length 3 cm. So we can say that these two line segment are congruent. Now look at these two angles. Okay, you can see two angles here. First one is of 45 degree and second one is also 45 degree. So these two are angles and these two have same size and 45 degree and same shape. So these two angles are also congruent. Now we are coming back to our topic, congruent triangles or equal triangles. മലയാളത്തിൽ സർവ്വസമ ത്രികോണങ്ങൾ അഥവാ തുല്യ ത്രികോണങ്ങൾ. You can see two triangles here. First one is triangle ABC and second one is triangle PQR. What about their congruency? Can you say something about the congruency? Are they congruent? ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് മൂവ് ചെയ്യിക്കുന്നുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് ട്രയാങ്കിൾ PQR നിന്ന് മൂവ് ചെയ്യിക്കുന്നുണ്ട്. യെസ്, യു ക്യാൻ സീ ദാറ്റ് ദീസ് ടു ട്രയാങ്കിൾസ് ഓവർലാപ്പ് എക്സാക്ട്ലി അല്ലെ. ട്രയാങ്കിൾ എ ബി സിയുടെ മുകളിൽ ട്രയാങ്കിൾ PQR കൃത്യമായിട്ട് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദാറ്റ് മീൻസ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവന്റ്. വാട്ട് അബൌട്ട് ദ സൈഡ്സ്? വാട്ട് അബൌട്ട് ദി ലെങ്ത് ഓഫ് സൈഡ്? എ ബി എന്ന് പറയുന്ന സൈഡും PQ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണല്ലോ, കാരണം നമ്മൾ നേരത്തെ ഈ രണ്ട് ട്രയാങ്കിൾസും ചേർത്ത് വെച്ചപ്പോൾ അത് ഒരുപോലെ നിന്നു. സോ നമുക്ക് എന്ത് പറയാം? എ ബി ഈക്വൽ ടു PQ ആണ്, AC ഈക്വൽ ടു PR ആണ്, അതുപോലെ തന്നെ എന്താണ് BC ഈക്വൽ ടു RQ ആണ് അല്ലെ. ഈ ട്രയാങ്കിളിലെ മൂന്ന് സൈഡ്സ് അടുത്ത ട്രയാങ്കിൾ ABC-യിലെ മൂന്ന് സൈഡ്സ് ട്രയാങ്കിൾ PQR-ലെ മൂന്ന് സൈഡ്സിന് ഈക്വൽ ആണ്. ഞാനിവിടെ ഒരു 3S ചെയ്തിട്ടുണ്ട് അല്ലെ, SSS കണ്ടീഷൻ അല്ലെ. ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഫസ്റ്റ് നമുക്കൊരു രീതിയാണ് ഇത്, ദിസ് SSS കണ്ടീഷൻ. S stands for side. So side, side, side. That is when three sides of a triangle are equal to three sides of another triangle, then we can say that these two triangles are congruent. ഒരു ത്രികോണത്തിലെ മൂന്ന് വശങ്ങൾ മറ്റൊരു ത്രികോണത്തിലെ മൂന്ന് വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ രണ്ട് ത്രികോണങ്ങളും സർവ്വസമമാണെന്ന് പറയാം. അപ്പൊ ഇവിടെ ട്രയാങ്കിൾ ABC is congruent to triangle PQR എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള രണ്ട് ത്രികോണങ്ങളും കോൺഗ്രുവന്റ്. SS condition. If three sides of one triangle are equal to three sides of another triangle, then the triangles are congruent. What about this AAA condition? What do you mean by this AAA? Angle, angle, angle. You can see two triangles here. Okay, and what is the angles? The first one has a triangle has three angles
and these three angles are 60 degree. In the second triangles also the three angles are 60 degree. But are they congruent? ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആണെന്ന് പറയോ? ഒന്നാമത്തെ ത്രികോണത്തിലെ മൂന്ന് കോണുകളും രണ്ടാമത്തെ ത്രികോണത്തിലെ മൂന്ന് കോണുകൾസിന് മൂന്ന് ആംഗിൾസിന് ഈക്വൽ ആണ്. ബട്ട് വാട്ട് അബൌട്ട് ദർ കോൺഗ്രുവൻസി? ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ആ ഫിഗർ കണ്ടാൽ തന്നെ പറയാം സെയിം ഷേപ്പ് ആണ്. ബട്ട് വാട്ട് അബൌട്ട് ദർ സൈസ്? സൈസ് ഈക്വൽ ആണ്. സോ ദീസ് ടു ട്രയാങ്കിൾസ് ആർ നോട്ട് കോൺഗ്രുവന്റ് അല്ലെ? ബട്ട് ഇവിടെ നമുക്ക് നോക്കിയാൽ ഈ ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിൾസും 60 ഡിഗ്രി തന്നെയാണ് വരിക. രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിളും 60 ഡിഗ്രി തന്നെയാണ് വരിക. പക്ഷെ ഈ കേസിൽ എന്താണ്? രണ്ട് ട്രയാങ്കിൾസും എന്ത് തന്നെയാണ്? കോൺഗ്രുവന്റ് ആണ് അല്ലെ? സോ ഒരു ത്രികോണത്തിലെ മൂന്ന് ആംഗിൾസ് മറ്റൊരു ട്രയാങ്കിൾസിലെ മൂന്ന് ആംഗിൾസിന് ഈക്വൽ ആണെങ്കിൽ they may or may not be congruent. കോൺഗ്രുവന്റ് ഒന്നുകിൽ ആവാം, ആവാതിരിക്കണം. ആവണമെന്ന് നിർബന്ധമില്ല. അടുത്ത കണ്ടീഷൻ ആണ് SAS കണ്ടീഷൻ. എന്താണ് SAS കണ്ടീഷൻ? ദിസ് S stands for side, A stands for angle, S stands for side. SAS. ഇവിടെ ഞാൻ ഈ A എഴുതിയിരിക്കുന്നത് മിഡിലാണ് അല്ലെ? എനിക്കൊന്നെങ്കിൽ ASS എന്ന് എഴുതായിരുന്നു, അല്ലെങ്കിൽ SSA എന്ന് എഴുതായിരുന്നു. ഞാൻ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. പകരം എന്താണ്? ദിസ് A. ആ എനെ ആംഗിളിനെ ഞാൻ മിഡിലാണ് എഴുതിയിരിക്കുന്നത്. What is SAS condition says? Two triangles are congruent if two sides and the included angle of one triangle are respectively equal to two sides and one angle of the or the included angle of the other triangles. എന്താണ് SAS condition പറയുന്നത്? രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആവണമെങ്കിൽ ഒന്നാമത്തെ ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സും അതിലെ ഇൻക്ലൂഡഡ് ആംഗിളും രണ്ടാമത്തെ ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സിനും അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിളിനും ഈക്വൽ ആവണം. യു ക്യാൻ സീ ദാറ്റ് ഹിയർ ഇൻ ദ പിക്ചർ ദി CB ആൻഡ് PR ആർ ഈക്വൽ. സിമിലർലി AC ആൻഡ് PQ ആർ ഈക്വൽ. ആ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? ആ രണ്ട് സൈഡിന്റെയും ഇൻക്ലൂഡഡ് ആംഗിൾ, അതായത് ആ രണ്ട് സൈഡും ചേരുന്ന സ്ഥലത്തുള്ള ആംഗിൾ, ഇവിടെ ആംഗിൾ C ആണ്, ഇവിടെ ആംഗിൾ P ആണ്. ഈ രണ്ട് ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആണെന്ന് പറയാം. സപ്പോസ് ദീസ് ടു ആംഗിൾസ് ആർ ഡിഫറെന്റ്. In these two triangles, that is in triangle ABC and triangle PQR, two sides are the respective two sides are equal. Okay, that is AC equal to PQ and CB equal to PR, but this included angle are different. Angle C equal to 50 degree and angle P equal to 70 degree. Then can you say something about the congruency? Are they congruent? In this case, triangle ABC is not congruent to triangle PQR because two sides are equal but the including angle is different, so they are not congruent. Suppose ഈ രണ്ട് ട്രയാങ്കിൾസ് ആംഗിൾ ABC ആംഗിൾ PQR ലെ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. ബട്ട് ഇവിടെ ആംഗിൾ C ആണ് 50 ഡിഗ്രി, ഇവിടെ ആംഗിൾ R 50 ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആവുമോ? അഗൈൻ ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആവില്ല. ബിക്കോസ് ഇവിടെ C എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ട് സൈഡും അതിലെ ഇൻക്ലൂഡഡ് ആംഗിളും അടുത്ത ട്രയാങ്കിളിലെ രണ്ട് സൈഡിനും അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിളിനും ഈക്വൽ ആയാൽ മാത്രമേ എന്ത് പറയാൻ പറ്റും? ആ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആണെന്ന് പറയാൻ പറ്റും. ഇവിടെയുള്ള ഈ ആംഗിൾ R എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡിന്റെയും ഇൻക്ലൂഡഡ് ആംഗിൾ ആണോ? അല്ല. സോ നമുക്ക് ഇവിടെ ആംഗിൾ C 50 ആണ്, ആംഗിൾ P 70 ആണ്. സോ ഇൻക്ലൂഡഡ് ആംഗിൾ ഡിഫറെന്റ് ആണ്. സോ ഈ രണ്ട് എന്തല്ല എന്ന് പറയാം? കോൺഗ്രുവന്റ് അല്ല എന്ന് പറയാം. അതുകൊണ്ടാണ് ഈ A മിഡിൽ എഴുതിയിരിക്കുന്നത്. രണ്ട് സൈഡിന്റെയും മിഡിലിൽ വരുന്ന ആംഗിൾ ഓക്കെ ഇൻക്ലൂഡഡ് ആംഗിൾ ആയിരിക്കണം A. രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആവുന്ന അടുത്ത കണ്ടീഷൻ ആണ് ASA കണ്ടീഷൻ. ദാറ്റ് ഈസ് ആംഗിൾ സൈഡ് ആംഗിൾ കണ്ടീഷൻ. ഇവിടെ ശ്രദ്ധിക്കുക, സൈഡ് ആണ് മിഡിലുള്ളത് അല്ലെ? സോ വാട്ട് ഈസ് ASA കണ്ടീഷൻ സേസ്? ഇഫ് two angles and the included side of one triangle is equal to two angles and the included side of the second triangle, then we can say that these two triangles are congruent.
In the figure, you can see two triangles, triangle ABC and triangle PRQ. Okay, in these two triangles, AB equal to RQ. AB and RQ are equal, and angle A equal to angle Q, angle B equal to angle R. അല്ലെ, ഈ രണ്ട് ട്രയാങ്കിൾസിലെ ഒരു സൈഡ് ഈക്വൽ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ആ സൈഡിന്റെ രണ്ട് അറ്റങ്ങളിലുള്ള അല്ലെ, രണ്ട് സൈഡിലുള്ള രണ്ട് ആംഗിൾസ്, ദാറ്റ് ഈസ് ഇവിടെ ആംഗിൾ എ, ആംഗിൾ ബി, അത് അടുത്ത ട്രയാങ്കിളിലെ എ ബിക്ക് ഈക്വൽ ആയിട്ടുള്ള സൈഡിന്റെ രണ്ട് അറ്റങ്ങളിലുള്ള ആംഗിൾസിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും കോൺഗ്രുവന്റ് ആണെന്ന് പറയാം. So what is the ASA condition? If two angles and the included side of one triangle are equal to two angles and the included side of another triangle, then the triangles are congruent.